Welcome to our solutions. Section 6 Colligative properties. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42. What are colligative properties? ഉത്തരം നോക്കാം. Properties of dilute solution which depend upon the number of solute particles present in the solution and not on their nature are called colligative properties. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ ഈ പ്രോപ്പർട്ടികൾ ഡിപ്പെൻഡ് ചെയ്യില്ല, എണ്ണത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇപ്പം ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആണിത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. ഈ ഡെഫിനിഷൻ പഠിക്കണം. Properties of dilute solution which depend upon the number of solute particles present in the solution and not on their nature are called colligative properties. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. നെയിം ദ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളുടെ പേരെഴുതുക. 1. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. 3. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. 4. ഓസ്മോട്ടിക് പ്രഷർ. REDO എന്നാലോചിച്ചാൽ എല്ലാം കിട്ടണം. REDO എന്താ? R റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താ? E എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. D ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. O ഓസ്മോട്ടിക് പ്രഷർ. REDO. ഇപ്പോൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ പേരുകളാണ്. അടുത്ത ചോദ്യം. ഗീവ് ദ അപ്ലിക്കേഷൻ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? ഉത്തരം. വി ക്യാൻ ഫൈൻഡ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്സ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണെന്നൊക്കെ പിന്നീട് നോക്കാം. അടുത്ത ചോദ്യം. വാട്ട് ഡു യു മീൻ ബൈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഉത്തരം നോക്കാം. When a non-volatile solute is added to a solvent, vapor pressure of the solvent decreases. ഒരു സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ചേർക്കുമ്പോൾ, നോൺ വൊളാറ്റൈൽ സൊല്യൂട്ട്, ബാഷ്പീകരിക്കാത്ത സൊല്യൂട്ടാണ്, സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയും.
ഇതിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സൊല്യൂട്ട് ചേർക്കുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാകും. അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. അപേക്ഷിച്ച്, അതാണ് റിലേറ്റീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം, ആപേക്ഷികമാണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. When a non-volatile solute is added to a solvent, vapor pressure of the solvent decreases. So, solution has lesser vapor pressure than the pure solvent. This is known as relative lowering of vapor pressure. ഇതിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. ഈ കുറവിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ശരിയല്ലോ? നോട്ടൊക്കെ എഴുതി എടുക്കണം. വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തു. ഉപ്പാണ് സൊല്യൂട്ട്. വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതായത് ഉപ്പ് വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ വെള്ളത്തിനേക്കാൾ കുറവാണ്. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ക്ലിയർ ആയിട്ടോ? ഒന്നുകൂടെ വിശദമാക്കാം താല്പര്യമുള്ളവർക്ക്. സൊല്യൂട്ട് ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോൾവെൻറ്റിൻ്റെ സർഫേസിൻ്റെ ഒരു ഭാഗം സൊല്യൂട്ട് മോളിക്യൂൾസ് കവർ ചെയ്യും. സൊല്യൂട്ട് മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്യില്ല, ബാഷ്പീകരിക്കില്ല. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ കുറയുന്നത്. സോൾവെൻറ്റിൻ്റെ സർഫേസിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. എല്ലാവരും വേപ്പറൈസ് ചെയ്യും. സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് സൊല്യൂട്ട് മോളിക്യൂൾസ് വരും. അതുകൊണ്ട് വേപ്പറൈസേഷൻ കുറയും. അതുകൊണ്ടാണ് സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. താല്പര്യമുള്ളവർക്കൊന്ന് വായിക്കാം. When a non-volatile solute is added, a fraction of the surface of the solvent is covered by non-volatile solute particles. So vapor pressure of solvent കൂടി എഴുതാം അല്ലേ? സോ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഡിക്രീസസ്. അതുകൊണ്ട് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് നമ്മൾ കണ്ടു. സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. ദിസ് ഈസ് നോൺ ആസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. ഗീവ് ഇക്വേഷൻ ഫോർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. ആദ്യത്തെ പോയിന്റ് ഒന്ന് നോക്കൂ, എന്നിട്ട് ഇക്വേഷൻ കാണാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. Relative lowering of vapor pressure is equal to the mole fraction of the solute. Relative lowering of vapor pressure സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനോട് തുല്യമാണ്. ഇതിനെ റോൾട്ട് ലോ എന്ന് വിളിക്കാം. അപ്പോൾ റോൾട്ട് ലോയുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദിസ് ഈസ് റോൾസ് ലോ ഫോർ സൊല്യൂഷൻസ് കണ്ടെയ്നിങ് എ നോൺ വോളാറ്റൈൽ സൊല്യൂട്ട്. ഈ കാര്യം നമ്മൾ ഇക്വേഷനിലൂടെ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. P10 എന്താണ്? സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇതാണ് കൂടുതലുള്ളത്, വലുത്. ഇത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ P1. ഇപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ.
കാരണം തുടക്കത്തിൽ നമുക്ക് സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഒറിജിനൽ വാല്യൂവുമായിട്ടാണ്. അപ്പോൾ P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10. ഇതിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഉണ്ടോ? എത്ര കുറഞ്ഞു ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ, അതുമായിട്ട് കമ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ നഷ്ടശതമാനമൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. ചെറിയ സംഖ്യ പറയാം അല്ലേ? ഒരു വസ്തു 100 രൂപയ്ക്ക് വാങ്ങി 90 രൂപയ്ക്ക് വിറ്റു. നഷ്ടം 10 നമുക്കറിയാം. അപ്പം നഷ്ടശതമാനമൊക്കെ നമ്മളെങ്ങനെ കണക്കാക്കാറുള്ളത്? നഷ്ടം എത്രയാണെന്ന് നോക്കുക. 100-ൽ നിന്ന് 90 കുറച്ചു. 100 മൈനസ് 90 അല്ലേ? 10 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ എത്രയാണ്? 100. പിന്നെ ശതമാനമാക്കാൻ ഇൻറ്റു 100 എന്ന് നമ്മൾ എഴുതാറുണ്ട്. ചെറിയ ക്ലാസ്സിലെ കണക്കുകളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ. എത്ര കുറവ് വന്നു ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് എന്തിനോട് തുല്യമാണ്? X2. എന്താ X2 എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇങ്ങനെയാണ് സൊല്യൂട്ട് എന്ന് മനസ്സിലായത്. 2 എന്ന് കണ്ടാൽ സൊല്യൂട്ടാണ്. ചില ബുക്കിൽ B എന്നുണ്ടാവും. 2 ഉപയോഗിക്കാം, നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ കിട്ടി. P10 സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. P10. P1 എന്താ? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. എന്താ X2? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. X2 എന്നുള്ളത് നമ്മൾ മാറ്റി. മോൾ ഫ്രാക്ഷൻ കാണാൻ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ, അതാണ് N2, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് N2 പ്ലസ് N1. N1 എന്താ? സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾ. നമുക്കറിയുന്ന ഇക്വേഷൻസാണ്. അടുത്ത സ്റ്റെപ്പ് നോക്കാം. N1 വളരെ കൂടുതലാണ്. സൊല്യൂട്ടിനെ അപേക്ഷിച്ച് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾ വളരെ കൂടുതലാണ്. എന്താ കാരണം? ഡൈല്യൂട്ട് സൊല്യൂഷനാണ്. സൊല്യൂട്ട് കുറച്ചേ ഉണ്ടാവും. അതുകൊണ്ട് ഈ N2 വളരെ ചെറുതാണ്. ഇതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. വളരെ ചെറുതായതുകൊണ്ട് ഒഴിവാക്കാം. മേലെയുള്ള N2 ഒഴിവാക്കരുത്, താഴെയുള്ള N2. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഉണ്ടോ? N1 കൂടുതലാണ് N2വിനേക്കാൾ, വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് 2 ഗ്രേറ്റർ ദാൻ എന്നൊക്കെ ഇട്ടത്. ഉണ്ടോ? ഇവിടെ താഴെയുള്ള N2 ഒഴിവാക്കി. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? N2 ബൈ N1 എന്നായിട്ട് മാറി. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണും? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഉണ്ടോ? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. N1 എങ്ങനെ കാണും? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. W എന്ന് പറഞ്ഞാൽ മാസാണ്, അതായത് വെയിറ്റ്. പ്രോബ്ലത്തിലൊക്കെ തരും 4 ഗ്രാം 5 ഗ്രാം എന്നൊക്കെ തരും. ഇത് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. 2 എന്നാൽ സൊല്യൂട്ട്, 1 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതാം അല്ലേ? W2 ബൈ M2 ഇൻറ്റു അല്ലേ? ഇവിടെ ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഇൻറ്റു എന്നുള്ള രീതിയിൽ എഴുതാം. ഇൻറ്റു M1 ബൈ W1. നമ്മൾ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡിവൈഡ് ചെയ്യുന്ന സംഗതിയുടെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം W2 ബൈ M2 ഇൻറ്റു M1 മേലേക്ക് വരും. ഉണ്ടോ? M1 മേലേക്ക് വന്നു, W1 താഴേക്ക്. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതാം. നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതിലെല്ലാ ടേംസും താഴെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. P10 എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. എന്താണ് P1? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. എന്താ W2? സൊല്യൂട്ടിൻ്റെ മാസ്. എന്താ M1? സോൾവെൻറ്റിൻ്റെ മോളാർ മാസ്. എന്താണ് M2? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. എന്താണ് W1? സോൾവെൻറ്റിൻ്റെ മാസ്. മാസ് അല്ലെങ്കിൽ വെയിറ്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഇക്വേഷനാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡിറൈവ് ചെയ്ത് X2 എന്നുള്ളത് മാറ്റി മാറ്റി ഇങ്ങനെ എത്തിക്കാം. ഓക്കെ. പറ്റുമെങ്കിൽ ഇത് പഠിക്കുക. പ്രോബ്ലംസൊക്കെ വരും. ഈ എല്ലാ ടേംസും ക്ലിയർ ആയാൽ മാത്രമേ പ്രോബ്ലമൊക്കെ നന്നായി ചെയ്യാൻ പറ്റൂ. എല്ലാ ടേംസും താഴെ എഴുതിയിട്ടുണ്ട്, നോക്കി എഴുതിയെടുക്കുക. P10 P1
x2 പിന്നെ n2 n1 w2 m2 w1 m1 എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതാണ്, അത് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷോ ദാറ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കണം. വളരെ ഈസിയാണ്. വി ഹാവ് ഉണ്ടോ, ഈ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയത് ഓർമ്മയുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുവരെ ഡിറൈവ് ചെയ്ത് വരണം. P10 മൈനസ് P1 P10 ഈസ് ഈക്വൽ ടു N2 N1. ഇപ്പം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? N2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ ക്ലിയർ ആണ്. N2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. സ്പെല്ലിംഗ് ഒരു എല്ലും കൂടെ വേണം. ഓക്കെ, അതുകൊണ്ട് ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ N2, സോ ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ ആയല്ലോ? ഫ്രം ദ ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, സോ ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത ചോദ്യത്തിലേക്ക്. ഹൗ വിൽ യു കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? മോളാർ മാസ് എങ്ങനെ കണക്കാക്കും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷനാണ്. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണക്കാക്കും. നമുക്കറിയുന്ന ഇക്വേഷൻ ആദ്യം എഴുതുക. ഉണ്ടോ, നമ്മൾ ലാസ്റ്റ് കണ്ട ഇക്വേഷൻ എന്താണ്? ഇതിൽ M2 ആണ് കാണേണ്ടത്. അപ്പം M2നെ ലെഫ്റ്റ് സൈഡിലേക്കും ഇവിടെയുള്ള സംഗതികളെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകും. ഇപ്പം P10 ഇവിടേക്ക് വരും, മേലേക്ക് വരും ന്യൂമറേറ്റർ. P10 മൈനസ് P1 താഴേക്കും വരും. M2 ഇങ്ങോട്ടും വരും. ഇത് മാത്രം പഠിച്ചാലും മതി. ഇതിൽ നിന്ന് ഇക്വേഷൻ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാം. ഇതാണ് ഇക്വേഷൻ. P10 മേലെ, P10 മൈനസ് P1 താഴെ, ബാക്കിയെല്ലാം അതുപോലെ എഴുതുക. W2 M1 ഒക്കെ മേലെയാണ്, W1 താഴെയാണ്. ഇത് പഠിച്ച് വെക്കണം. പ്രോബ്ലംസ് ഒക്കെ വരും. ആ ഡാറ്റയൊക്കെ ഇതിൽ ഫില്ല് ചെയ്യണം. കുറച്ച് വലിയ പ്രോബ്ലങ്ങളായിരിക്കും, അതുകൊണ്ട് ഇക്വേഷൻ നല്ല ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പ്രോബ്ലമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ചെയ്യാം. ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.